So next, what do you mean by horizontal trace? So horizontal trace means what? It is the point of intersection of a line or a line produced in the HP. അതാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇത് എന്താണ് ഹൊറിസോണ്ടൽ ട്രേസ് മീൻസ് ഇറ്റ് വിൽ നെവർ ആസ്ക് ഇൻ യുവർ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഡെഫിനേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. സോ ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലൈൻ or a line produced in the HP. If a line parallel to both HP and VP, there will not have any horizontal trace. Horizontal trace നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ലൈൻ പാരലൽ ടു HP and VP ആണെങ്കിൽ. If a line parallel to VP and inclined to HP, there will have horizontal trace. അവിടെ horizontal trace ഉണ്ടാവും, പക്ഷേ അവിടെ vertical trace ഉണ്ടാവില്ല. If a line parallel to both HP and VP, അവിടെ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവില്ല, വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല. ഇഫ് എ ലൈൻ പാരലൽ ടു VP ആൻഡ് ഇൻക്ലൈൻ ടു HP, അവിടെ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും, പക്ഷേ വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല, കാരണം പാരലൽ ടു VP ആണ്. ഇഫ് എ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, അവിടെ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും, വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവും. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻ ഫ്രണ്ട് ഓഫ് VP ആവാം, ബിഹൈൻഡ് VP ആവാം, ഓർ ഇൻ ദി XY ലൈൻ ആവാം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം. ഇത് ഒബ്സർവ്. The first quadrant of a line capital A നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ it's a point of intersection of a line or a line produced in the HP. ഈ ഏറിലുള്ള ഈ ലൈനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിട്ടാകുമ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യും? നമ്മൾ എന്താ പറയേണ്ടത്? ഇത് ഈ കാണുന്ന മാതിരി ഇവിടെ ഇപ്പം ഇതൊരു ക്വാഡ്രന്റ് സിസ്റ്റമായി അനുസരിച്ചാൽ ഈ ലൈൻ ഇവിടെ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യും. കണ്ടോ, നമ്മുടെ ശൂലം മാതിരി ജസ്റ്റ് പെനിട്രേറ്റ് ചെയ്തിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വരിക. അപ്പോൾ ആ പെനിട്രേറ്റ് ചെയ്യുന്ന ആ പോയിന്റ് HP-യിലുള്ള ആ പോയിന്റിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇനി ചില സമയത്ത് ഈ ഏറോ അതിങ്ങനെ വരും, ഇങ്ങനെ ഇവിടെ പെനിട്രേറ്റ് ചെയ്ത് ഇതിൽ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ പെനിട്രേറ്റ് ചെയ്യുന്ന ആ വെർട്ടിക്കൽ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് അതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ട്രേസ്. ക്യാപിറ്റൽ ലെറ്റർ VT എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ ST, ഇത് ക്യാപിറ്റൽ ലെറ്റർ VT, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ HT ഇവിടെ വരിക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് സ്മോൾ ലെറ്റർ HT ഡാഷ് എവിടെ വരിക? ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ദി XY ലൈൻ. സ്മോൾ ലെറ്റർ HT എവിടെ വരിക? ഇറ്റ് വിൽ ബി ബിലോ XY. ശരിയല്ലേ? ക്യാപിറ്റൽ ലെറ്റർ HT, ഈ HT എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉള്ളതെങ്കിൽ HT ഡാഷ് എപ്പോഴും XY ലൈനിൻ്റെ മേലെ വരിക. സ്മോൾ ലെറ്റർ HT എന്ന് പറയുന്നത് XY ലൈനിൻ്റെ താഴെയായിരിക്കും. ഇനി ഈ ലൈന് പിറകിലുള്ള തേർഡ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ ആണെങ്കിൽ എന്താ സംഭവിക്കുക? HT ഡാഷ് ഇതേ മാതിരി തന്നെ XY ലൈനിന് മേലെ വരും, കാരണം HP-യിലായതുകൊണ്ട് XY ലൈനിൽ തന്നെ വരും. മറ്റേത് എവിടെ വരുക? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണോ? ആ സമയത്ത് സ്മോൾ ലെറ്റർ HT എന്ന് പറയുന്നത് XY ലൈനിൻ്റെ മേലെ വരും. ഓക്കെ, അതേമാതിരി ഈ കേസിൽ ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ VT എവിടെ വരിക? വെർട്ടിക്കൽ പ്ലെയിനിലുള്ള. അപ്പോൾ VT ഡാഷ് എന്ന് പറയുന്നത് എപ്പോഴും XY ലൈനിന് മേലെ വരാം, അല്ലെങ്കിൽ താഴെയുള്ള പ്ലെയിനിൽ, അതായത് ഇതേമാതിരി ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ VT ഡാഷ് എന്ന് പറയുന്നത് XY ലൈനിന് താഴെ വരാം. എന്നാൽ സ്മോൾ ലെറ്റർ VT എവിടെ വരിക? ക്യാപിറ്റൽ ലെറ്റർ VT ഇവിടെയാണ് സമയത്ത് ടോപ്പ് നോക്കുമ്പോൾ സ്മോൾ ലെറ്റർ VT എന്ന് പറയുന്നത് എപ്പോഴും XY ലൈനിന് മേലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദാറ്റ് ഈസ് HT ഡാഷും സ്മോൾ ലെറ്റർ VTയും ഓൾവേസ് ഓൺ ദി XY ലൈൻ. അങ്ങനെയാണ് വന്നത്. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു HT ഡാഷ്, മേലെ നോക്കുമ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ HT വന്നു. ഈ കേസിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കുന്നു ഒബ്സർവർ. അപ്പോൾ ഇതിന് ലൈൻ ഇങ്ങനെയാണത്. അതിൻ്റെ ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ലൈന് ഫോർത്ത് ക്വാഡ്രന്റിലുള്ള ലൈന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലുള്ള ലൈന് ഈ HP-നെ പെനിട്രേറ്റ് ചെയ്ത് മേലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ പോയിന്റാണ് ക്യാപിറ്റൽ HT. അപ്പോൾ ഒബ്സർവർ ഇവിടെ നോക്കുന്ന സമയത്ത് സ്മോൾ ലെറ്റർ HT ഡാഷ് അത് XY ലൈനിന് മേലെ വരും. ഈ HT എവിടെ വരും? സ്മോൾ ലെറ്റർ HT ഇവിടെ. അപ്പോൾ HT XY ലൈനിന് മേലെ വരും, HT ഡാഷ് XY ലൈനിന് വരും. അപ്പോൾ ഓർമ്മിക്കുക, ക്യാപിറ്റൽ ലെറ്റർ HT എന്ന് പറയുന്ന പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ HT ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ, അതായത്
എച്ച് പി തന്നെ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിനെയും ഫോർത്ത് ക്വാഡ്രന്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയിനിലാണ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി ഉള്ളതെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും. ഇനി ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിനെയും തേർഡ് ക്വാഡ്രന്റിനെയും വേർതിരിക്കുന്ന പ്ലെയിനിലാണ് ഉള്ളതെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മേലെയായിരിക്കും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവും, അതായത് ക്യാപിറ്റൽ ലെറ്റർ എ ബി ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വിചാരിക്കുക, ഞാനത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് എക്സ് വൈ ലൈൻ ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടും ഇവിടെ ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി ബി എ പോയിന്റ് ഓൺ ദി എക്സ് വൈ ലൈൻ. ഇൻ ദാറ്റ് കേസ് എക്സ് വൈ ലൈൻ എടുക്കുകയാണെങ്കിൽ എച്ച് ടി ഡാഷും അതേമാതിരി എച്ച് ടിയും രണ്ടും ഒരേ പോയിന്റിലാണ് ഉണ്ടാവുക. ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മേലെയായിരിക്കും. എച്ച് ടി ഡാഷും എച്ച് ടിയും രണ്ടും എവിടെ ഉണ്ടാവുക? എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, on the vertical trace, it is the point of intersection of a line or a line produced in the vertical plane. If a line parallel to നേരത്തെ പറഞ്ഞ മാതിരി both HP and VP, it will not have vertical trace. If a line parallel to HP and inclined to VP, it will have a vertical trace. അല്ലേ? പെനിട്രേറ്റ് ചെയ്യും. ഇൻക്ലൈൻ ടു VP ആകുമ്പോൾ ആ ഒരു ഷാർപ്പ് ഏരിയ പാർട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ പെൻസിലിൻ്റെ മുനയാണെങ്കിൽ ഷാർപ്പ് ഏരിയ ആ ഭാഗം പോയിട്ട് VPനെ തുളച്ച് കയറുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റർ VT ഉണ്ടാവും. ഇപ്പോൾ ലൈൻ ഇസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP, അവിടെ എന്തുണ്ടാവും? വെർട്ടിക്കൽ ട്രേസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും. അപ്പോൾ വെർട്ടിക്കൽ ട്രേസ് ക്യാൻ ബി എബവ് HP ആവാം, അതേമാതിരി ബിലോ HP ആവാം, ഓർ ഇൻ ദി എക്സ് വൈ ലൈൻ ആവാം വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ലൈൻ ക്യാപിറ്റൽ ട്രേറ്റ് പാരലൽ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ VT ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മേലെ വരും, സ്മോൾ ലെറ്റർ VT എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മേലെ ഉണ്ടാവും. ടോപ്പ് നോക്കുമ്പോൾ ഇവിടെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് VT ഡാഷ് എക്സ് വൈ ഈ വെർട്ടിക്കൽ പ്ലെയിനിന്റെ മേലെ, ടോപ്പ് നോക്കുന്ന സമയത്ത് സ്മോൾ ലെറ്റർ VT എവിടെ ഉണ്ടാവും? എക്സ് വൈ ലൈനിന്റെ മേലെ. ഈ കേസിലാകുന്ന സമയത്ത് എന്തുണ്ടാവുക? സ്മോൾ ലെറ്റർ VT ഡാഷ് സ്മോൾ ലെറ്റർ VT എച്ച് ടി ഡാഷ് VT ഡാഷ്. അതായത് ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എച്ച് ടി ഡാഷ് എച്ച് ടി VT ഡാഷ് VT ഇതെല്ലാം ഒരേ പോയിന്റിലാണ് ഉണ്ടാവുക. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുമ്പോൾ അതിന്റെ എച്ച് ടി ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. എന്നാൽ ഈ സ്മോൾ ലെറ്റർ എച്ച് ടി എന്ന് പറയുന്നത് അത് എവിടെയാവാം? ഒന്നിട്ട് എക്സ് വൈ ലൈനിന്റെ മുകളിലാവാം, എക്സ് വൈ ലൈനിന്റെ മേലെ ആവാം, എക്സ് വൈ ലൈനിന് താഴെ ആവാം. അതേപോലെ വെർട്ടിക്കൽ ട്രേസിന്റെ കേസിൽ എന്താ പറയുക, നമുക്ക് VT എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ VT എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് ഉണ്ടാവുക. എന്നല്ലോ സ്മോൾ ലെറ്റർ VT ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മുകളിലാവാം, എക്സ് വൈ ലൈനിന് മേലെ ആവാം, എക്സ് വൈ ലൈനിന് താഴെ ആവാം. അതാണ് ഇങ്ങനെ പ്രത്യേകത. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ VT എന്ന് പറയുന്നത് എപ്പോഴും എക്സ് വൈ ലൈനിന്റെ മുകളിലുണ്ടാവും. VT ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന്റെ മുകളിലാവാം. ചില കേസിൽ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള പോയിന്റ് ആണെങ്കിൽ എക്സ് വൈ ലൈനിന്റെ മുകളിലാവാം, എക്സ് വൈ ലൈനിന് താഴെ ആവാം. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് വളരെ ക്ലിയർ ആണ്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും VT ഡാഷ് എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് വരിക. ഈ കേസിലാണ് VT ഡാഷ് എക്സ് വൈ ലൈനിന് താഴെ വരിക. ഇങ്ങനത്തെ കേസിലാകുന്ന സമയത്ത് എക്സ് വൈ ലൈനിന്റെ മേലെ നിന്നുള്ള ലൈൻ ഇങ്ങനെ ഇൻക്ലൈൻ ടു ബോത്ത് HP ആണെങ്കിൽ VP വരുന്നതെങ്കിൽ VT ഡാഷ് VT എച്ച് ടി ഡാഷ് എച്ച് ടി എല്ലാം ഒരേ പോയിന്റിലാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ എച്ച് ടി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉള്ളതെങ്കിൽ എച്ച് ടി ഡാഷ് എക്സ് വൈ ലൈനിന്റെ മേലെ വരും, എച്ച് ടി എക്സ് വൈ ലൈനിന്റെ മേലെ വരും. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP എന്ന് വിചാരിക്കും. ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആ കേസിലാകുന്ന സമയത്ത് a line inclined to both HP and VP അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ വേണ്ടിയുള്ള കൺസെപ്റ്റ് വളരെ പെർഫെക്റ്റ് ആണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ അപ്ലിക്കബിൾ ആവില്ല. അത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ട് നമുക്കത് പറയാൻ പറ്റും. സോ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ ഇഫ് ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണെങ്കിൽ, ഇപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് VP പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ ക്യാപിറ്റൽ എച്ച് ടി ഉള്ളതെങ്കിൽ സ്മോൾ എച്ച് ടി ഡാഷ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ശരിയല്ലേ? ഇവിടെ എച്ച് ടി ഡാഷ് ഉണ്ടാവും. ഒബ്സർവർ ഇവിടെ ഉള്ളതെങ്കിൽ സ്മോൾ എച്ച് ടി ഡാഷ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ ആൻഡ് സ്മോൾ എച്ച് ടി വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ.
സ്മോൾ ലെറ്റർ എച്ച് ടി ഇവിടെ ഉണ്ടാവുക. ആ താഴെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എച്ച് ടി ഡാഷും ഇവിടെ എച്ച് ടിയും വരും. ഇഫ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് ബിഹൈൻഡ് വി പി ആണെങ്കിൽ, ബിഹൈൻഡ് വി പി ഇവിടെ ഉള്ളതെങ്കിൽ ക്യാപിറ്റൽ എച്ച് ടി എന്ത് വരും? മേലെ നോക്കുമ്പോൾ സ്മോൾ ലെറ്റർ എച്ച് ടി ഇവിടെ വരും, ഫ്രണ്ട് നോക്കുമ്പോൾ എച്ച് ടി ഡാഷ് ഇവിടെ വരും. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യാം, മേലോട്ടേക്ക്. അപ്പം എന്ത് സംഭവിക്കുക? ഇവിടെ എച്ച് ടി ഡാഷും എച്ച് ടി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിന്റെ മേളിൽ വരും. ഇഫ് എച്ച് ടി ബിഹൈൻഡ് വി പി, വി പിക്ക് ബിഹൈൻഡ്, then HT dash will be on XY line and smaller HT. ഇത് നേരെ മേലേക്ക് വരില്ലോ, അപ്പോൾ ഇവിടെ വരില്ലേ? അതാണ് സ്മോൾ HT മേലെ വരുന്ന പോയിന്റ്. സ്മോൾ HT will be above XY line. If capital VT above HP ആണെങ്കിൽ, അത് ക്യാപിറ്റൽ HT എന്ന് പറയുമ്പോൾ ഇൻഫ്രണ്ട് ഓഫ് VP ബിഹൈൻഡ് VP എന്നാ പറയുക. ക്യാപിറ്റൽ VT എന്ന് പറയുമ്പോൾ above HP ബിഹൈൻഡ് VP എന്നാ പറയുക. ക്യാപിറ്റൽ HT എന്ന് പറയുമ്പോൾ ഇൻഫ്രണ്ട് ഓഫ് ബിഹൈൻഡ്, ക്യാപിറ്റൽ VT വെർട്ടിക്കൽ പ്ലേസ് ഉൾപ്പെടും നമ്മൾ above HP ബിഹൈൻഡ് HP. above HP below HP എന്നാ പറയാം. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫ്രണ്ട് ഓഫ് VP ബിഹൈൻഡ് VP എന്ന് പറയും. വെർട്ടിക്കൽ ട്രേസ് പറയുന്നത് എപ്പോഴും above HP below HP എന്നാ പറയാം കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ വെർട്ടിക്കൽ ട്രേസ് നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ്, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുമ്പോൾ above HP എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ VT ഡാഷ്, ഇവിടെ VT വരും. ഇനി വെർട്ടിക്കൽ ട്രേസ് ബിലോ HP ആണെങ്കിൽ എന്താ വരിക? ബിലോ HP വരുമ്പോൾ എച്ച് പിക്ക് താഴെയുള്ള വെർട്ടിക്കൽ പ്ലെയിനിന്റെ മേലെയുള്ള പോയിന്റ്. VT ബിലോ HP എന്ന് പറയുമ്പോൾ എച്ച് പിക്ക് താഴെയുള്ള വെർട്ടിക്കൽ പ്ലെയിനിന്റെ മേലെയുള്ള പോയിന്റ് ആണ് VT. VT above HP എന്ന് പറയുമ്പോൾ എച്ച് പിക്ക് മേലെയുള്ള വെർട്ടിക്കൽ പ്ലെയിനിന്റെ മേലെയുള്ള പോയിന്റ്, അത് ക്യാപിറ്റൽ VT. അപ്പോൾ ഈ കേസിലാണ് സമയത്ത് if capital VT below HP എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായി എന്താണ്? VT dash will be below XY line and small VT will be on this XY line. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കാര്യമായിട്ട് ക്യാപിറ്റൽ HT അതേപോലെ ക്യാപിറ്റൽ VT എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദി HP ആൻഡ് VP നമുക്ക് മനസ്സിലായി. പിന്നെ മാത്രമല്ല HT ഡാഷും സ്മോൾ HT ഡാഷും സ്മോൾ VTയും എപ്പോഴും XY ലൈനിന്റെ മേലെയുള്ള പോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ഒരു ലൈൻ ക്യാപിറ്റൽ എ ബി എടുത്താൽ ആ ലൈനിന്റെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇൻഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം എന്താണ് വരിക? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാവാം, അതേമാതിരി ഫോർത്ത് ക്വാഡ്രന്റിലാവാം. അപ്പോൾ എങ്ങനെയായാലും അത് XY ലൈനിന്റെ താഴെ വരിക. അതേമാതിരി ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് എബവ് HP ആണെങ്കിൽ XY ലൈനിന്റെ മേലെ വരും. ഇനി പോയിന്റ് എ ബിഹൈൻഡ് VP ആണെങ്കിലോ, പോയിന്റ് എ ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ XY ലൈനിന്റെ മേലെ വരും. പോയിന്റ് എ ബിലോ HP എന്ന് പറയുമ്പോൾ XY ലൈനിന്റെ താഴെ. അപ്പോൾ പോയിന്റ് എ എബവ് HP, പോയിന്റ് എ ബിലോ HP എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മുന്നേ ചെയ്ത മാതിരി ചെയ്യാം. പിന്നെ പോയിന്റ് എ ഇൻഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ XY ലൈനിന് താഴെ വരും. പോയിന്റ് എ ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ XY ലൈനിന്റെ മുകളിലും വരും. പോയിന്റ് എ ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ XY ലൈനിന്റെ മേലെ വരുന്ന പോയിന്റ് ആയിരിക്കും എന്താണ്? സ്മോൾ ലെറ്റർ AB. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഞാൻ മുന്നേ പറഞ്ഞ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് ലൈൻ AB അങ്ങനെ വരച്ചിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ക്രമേണ മനസ്സിലാകും. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷേ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ആൻസർ മനസ്സിലാക്കി തെളിഞ്ഞങ്ങോട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും, കുറച്ചൊന്നല്ല നല്ലോണം ബുദ്ധിമുട്ടും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാലേ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പഠിച്ച പ്രോബ്ലത്തിനകത്ത് ഈ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഓർമ്മയുണ്ടാവും, വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അതായത് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു A dash B1 dash AB1 AB AB2 A dash B2 dash A dash B dash. ശരിയല്ലേ? അപ്പോൾ ഇത് ഇവിടെ സ്ട്രെയിറ്റ്, ഇവിടെ ഒരു ആർക്ക്, സ്ട്രെയിറ്റ് ഒരു ആർക്ക് എന്ന് പറഞ്ഞു. ഇത് ട്രൂ ലെങ്ത് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഇത് ട്രൂ ലെങ്ത് ആണെന്ന് മനസ്സിലായി. അതേമാതിരി ഈ A dash B1 ഡാഷിനും AB2നും ഇടയിലുള്ള ആംഗിൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈ A dash B2 ഡാഷിന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു XY ആണ്. AB1ഉം പാരലൽ ടു XY ആണ്. അപ്പം A dash B1 ഡാഷിനും theta is the angle between A dash B1 dash and A dash B2 dash. or നമുക്ക് എന്താ പറയാം? XY. ശരിയല്ലേ? നിങ്ങൾ മുന്നേ ചെയ്ത പ്രോപ്പർട്ടി ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും.
ഇവിടെ നിങ്ങൾ ട്രൂ ലെങ്ത് എടുക്കുന്ന സമയത്ത് തീറ്റ എടുക്കുന്നില്ലെങ്കിൽ ഇതിപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് എന്നാണെങ്കിൽ ഇത് എ ഡാഷ് ബി ടു ഡാഷ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ലൈൻ ക്യാപിറ്റൽ എ ബി 100 millimeter ലോങ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 degree വിത്ത് എച്ച് പി ആൻഡ് 45 degree വിത്ത് വി പി എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് എക്സ്പാൻഡ് മനസ്സിലായി. ഇത് എ ഡാഷും ഇത് എയുമാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെയും ഇതിങ്ങനെയും വന്നു വിചാരിക്കും. ഇത് ട്രൂ ലെങ്ത് ആണ്. അത് നമ്മൾ എ ഡാഷും എയും ലൊക്കേറ്റ് ചെയ്തു. ദെൻ ഒരു തീറ്റ ആംഗിൾ ഞാൻ എടുത്തു. എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു, ലോക്കസ് വരച്ചു. ദെൻ എ ബി വൺ ശരിയല്ലേ, ഇവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ എ ബി വൺ കിട്ടി. ഓക്കെ, ലോക്കസ് ഓഫ് ബി ഡാഷ് വരച്ചു. ഇനി നെക്സ്റ്റ് അപ്പോൾ ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു. ഇനി എ ബി ടു ഇവിടെ നിങ്ങോട്ടേക്ക് വരച്ചു. 5 ബി ടു കിട്ടി. ലോക്കസ് ഓഫ് ബി വരച്ചു. ഇനി എ ഡാഷ് ബി ടു ഡാഷ്, ഇതാണ് എ ഡാഷ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ് അല്ലേ. ഈ എ ഡാഷ് ബി ടു ഡാഷ് ഈസ് പാരലൽ ടു എക്സ് വൈ കണ്ടോ, ഇതിൻ്റെ പാരലൽ ആയിരിക്കും. ഇനി ഇവിടെ അപ്പോൾ ഇതാണ് ബി ടു ഡാഷ്. അപ്പോൾ അങ്ങനെ ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു. ഇനി ഇത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ഈ എക്സ് വൈ ലെങ്ത് നമ്മൾ ഇവിടെ എടുത്തിട്ട് ആർക്ക് വർക്കൽ ചെയ്യുന്നത് ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് വരക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ബി ഡാഷ് പിന്നെ അങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എ ഡാഷ് ബി ടു ഡാഷ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ, ഇതിനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് വരും? തീറ്റ അല്ലേ? ഇറ്റ്സ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എക്സ് വൈ ലൈൻ. രണ്ട് ശരിയാണ്. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എക്സ് വൈ ലൈൻ കറക്റ്റാണ്. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ഡാഷ് ബി വൺ ഡാഷ് ആൻഡ് എ ഡാഷ് ബി ടു ഡാഷ് അതും ശരിയാണ്. അതേപോലെ തീറ്റ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താൽ എ ബി ടു ഇത് എ ബി ആണ് ഇങ്ങനെ മേടിക്കുക. അപ്പോൾ അങ്ങനെ സമയത്ത് എ ബി ടു സോറി ഇത് ബി ടു ആണ് മേടിക്കുക ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഫൈൻ എടുത്താൽ എ ബി ടു ഇസ് എ ബി ടുവിനും അതേമാതിരി എ ബി വണ്ണിനും അതേമാതിരി എ ബി വൺ ഇതിനുള്ള ആംഗിളാണ് 5. ഇത് നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ടു 5 ആണ്. അതായത് ഈ എ ബിക്കും എ ബി ടുവിനും എക്സ് വൈനും ഇടയിലുള്ള ആംഗിളാണ് 5. രണ്ടും ശരിയാണ്. സോ 5 is the angle between AB2 and AB1, or we can say that 5 is the angle between AB2 and XY line. അതാണ് ഇവിടെ പറഞ്ഞത്. Theta is the angle between A dash B1 dash and A dash B2 dash. Theta is the angle between A dash B1 dash and XY. Both will give you the same answer. Phi is the angle between AB2 and XY, or we can say that phi is the angle between AB2 and AB1. Both will give you the same answer. But alpha is the angle between A dash B dash and A dash B2 dash and a angle. A dash B2 dash is XY and this XY is A dash B dash and this angle. എന്താണ് ആൽഫ ആണ്. ഒന്നുകിൽ എ ഡാഷ് ബി ഡാഷിനും എക്സ് വൈക്കും ഇടയിൽ വരുന്ന ആംഗിൾ ആൽഫ എന്ന് പറയാം. കാരണം ഇത് പാരലൽ ടു എക്സ് വൈ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. or we can say that alpha is the angle between A dash B2 dash and A dash B dash. നമ്മൾ ജനറൽ ആയിട്ട് പറയാം എക്സ് വൈക്കും എ ഡാഷ് ബി ഡാഷിനും ഇടയിലുള്ള ആംഗിളാണ് ആൽഫ എന്ന് പറയാം കേട്ടോ. അതേമാതിരി ബീറ്റ is the angle between smaller to AB and XY. Or we can say that beta is the angle between smaller to AB and smaller to AB1. അങ്ങനെയും പറയാം നമുക്ക്. ഇപ്പൊ ജനസാമാന്യ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള ഗിവൻ ഡാറ്റ സെപ്പറേറ്റ് തരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ക്യാപിറ്റൽ ഇൻക്ലൈൻ ടു ബോത്ത് എക്സ് ആൻഡ് വി പി പ്രോബ്ലത്തിന്റെ കേസിൽ AB is a line inclined to both SP and VP. ആ A എന്ന് പറയുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ ഇത്ര ഡിസ്റ്റൻസ് അബവ് SP, ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിക്കാൻ പറ്റില്ല. ചില പ്രോബ്ലത്തിൽ AB എന്ന് പറയുന്ന ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറയും. പക്ഷേങ്കിൽ A എന്ന് പറയുന്ന പോയിന്റ് ഇത്ര ഡിസ്റ്റൻസ് അബവ് SP, B എന്ന് പറയുന്ന പോയിന്റ് ഇത്ര ഡിസ്റ്റൻസ് അബവ് SP എന്ന് പറയും. പക്ഷേങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇത് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർ വേറൊരു കാര്യം പറയും, ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്ന പോയിന്റ് ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയും. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്ന പോയിന്റ് ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് അബവ് SP എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം HT എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും
ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മേലെയുള്ള പോയിന്റ് ആണ്. അപ്പോൾ ആ പോയിന്റ് 0 ഡിസ്റ്റൻസ് എബവ് എച്ച് പി ആയിരിക്കും. പക്ഷേ ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എച്ച് ടിന്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വേണം, ആ മറ്റേ ഇൻക്ലൈൻ ടു ബോത്ത് എക്സ് പി ആൻഡ് ബി പി എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അതായത് ഹൊറിസോണ്ടൽ റേസ് ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതെന്തായി മാറും, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ ഒരു ഇത്, അതായത് P1 dash M dash Q1 dash P1 M Q1 PM Q P2 M Q2 P2 dash M dash Q2 dash P dash M dash Q dash ഇതൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? അപ്പോൾ ഇതേമാതിരി നമ്മൾ ഈ കേസിൽ ഇപ്പം ഹൊറിസോണ്ടൽ ട്രേസും അതേമാതിരി സ്മോൾ ട്രേ ബി ഈ പോയിന്റാണ് വരുന്നത്. അതായത് ക്യാപിറ്റൽ എസ് ടി, ക്യാപിറ്റൽ ട്രേ, ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഇതേമാതിരി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ട്രേ വരും, ഇവിടെ ക്യാപിറ്റൽ ബി, ഏകദേശം ഇങ്ങനെ വരിക എന്ന് വിചാരിക്കാം. എച്ച് ടി ഇവിടെ വരും, ഇതിൽ ബി ഇവിടെ ആവാം, എ ഇവിടെ ആവാം, അല്ലെങ്കിൽ എ ഇവിടെ ആവാം, ബി ഇവിടെ ആവാം, അത് ബേസ്ഡ് ഓൺ അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് അങ്ങനെ എടുക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിക്കുക. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്തായി മാറി, ഇതിന്റെ ഈ സ്ഥലത്ത് നമ്മൾ എച്ച് ടിന്റെ വാല്യൂ കൊടുക്കുക. അതായത് എച്ച് ടി ഡാഷ് A1 ഡാഷ് B1 ഡാഷ് എച്ച് ടി A1 B1 എച്ച് ടി AB, അതേമാതിരി എച്ച് ടി A2 B2 എച്ച് ടി ഡാഷ് A2 ഡാഷ് B2 ഡാഷ് എച്ച് ടി ഡാഷ് A ഡാഷ് B ഡാഷ്. ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടേംസ് പഠിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ തന്നെ ക്യാപിറ്റൽ എ ബി ഇത്രയാണ്. അതേമാതിരി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആംഗിൾ പ്രൊജക്ടേഴ്സ് ഒക്കെ തരും. അതിനെ കൂടുതൽ നമുക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ നോക്കുക, എച്ച് ടി ആണെങ്കിൽ നമുക്ക് എച്ച് ടിന്റെ ബേസ് ചെയ്തിട്ട് ഈ ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്ലെയിനിന് ആദ്യം വി പിക്ക് പാരലൽ എച്ച് പിക്ക് ഇൻക്ലൈൻ ആയിട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ ടൂ ലെങ്ത്തും പ്ലാനും വരക്കുക. അതിനുശേഷം വി പിക്ക് ഇൻക്ലൈൻ ആയിട്ട് എച്ച് പിക്ക് പാരലായിട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ ടൂ ലെങ്ത്തും എലിവേഷനും വരക്കുക. അങ്ങനെ വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറയുന്ന പോയിന്റ്, ദിസ് 2 points 20 mm in front of VP and 30 mm in front of HP എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായി എന്തെന്ന് എ ബി എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റ് 20 mm in front of ബി എന്ന് പറയുന്ന പോയിന്റ് 20 mm, എ എന്ന് പറയുന്ന പോയിന്റ് 20 mm in front of VP യും ബി എന്ന് പറയുന്ന പോയിന്റ് 50 mm in front of VP എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റ് എ ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിന് താഴെയാണ്, മനസ്സിലായി. അപ്പോൾ എക്സ് വൈ ലൈനിന് താഴെയാണ് സ്മോൾ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് പറയാം, ഈ ലൈൻ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലായി കൂടെ. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിലാവാം, അതേമാതിരി ഫോർത്ത് ക്വാഡ്രന്റിലും ആവാം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലും തേർഡ് ക്വാഡ്രന്റിലാണെങ്കിലും ഒരിക്കലും ശരിയാവില്ല. സ്മോൾ എ ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിന് താഴെ വരണമെങ്കിൽ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്നത് ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാവാം അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലാവാം. പക്ഷേ ഫോർത്ത് ഈ സ്മോൾ എ ബി എക്സ് വൈ ലൈനിന് താഴെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്താണ്, ഈ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തായാലും എ ഡാഷും ബി ഡാഷും എയും എ ബിയും എ ഡാഷും ബി ഡാഷും എ കൊമ ബി ഈ 4 പോയിന്റും എക്സ് വൈ ലൈനിന് താഴെയായിട്ടുള്ള ഒരു പ്രോബ്ലവും യൂണിവേഴ്സിറ്റി എക്സാമിന് വരില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് പറയാം സ്മോൾ എ ഡാഷും ബി ഡാഷും എക്സ് വൈ ലൈനിന് മേലെ വരും. സോ ഈ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന ലൈന് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി, ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറയുമ്പോൾ ആ പോയിന്റ് എക്സ് വൈ ലൈനിന് താഴെ വരിക. അത് ഇൻ ഫ്രണ്ട് ഓഫ് ബി പി വരുമ്പോൾ സ്മോൾ ബി ആയിരിക്കും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കി മനസ്സിലാകുന്നില്ലേ. ക്യാപിറ്റൽ എ ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് ബി പി, ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് ബി പി വരുമ്പോൾ മേലെ നോക്കുമ്പോൾ സ്മോൾ ബി അതെവിടെ വരുന്നത്, എക്സ് വൈ ലൈനിന് താഴെയല്ലേ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ എക്സ് വൈ ലൈൻ താഴെയാണ് സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്ന ലൈൻ വരുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാം, ആ ലൈൻ ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാവാം അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലാവാം. ഇപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാകുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷ് എ ബി ഇത് 4 എക്സ് വൈ ലൈനിന് താഴെ വരിക. അങ്ങനെയുള്ള പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കില്ല. ഫോർത്ത് ക്വാഡ്രന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഉറപ്പായിട്ടും ഈ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്ന് പറഞ്ഞാൽ എ ഡാഷും ബി ഡാഷും എന്തായാലും എക്സ് വൈ ലൈനിന്റെ മുകളിൽ തന്നെയാണ് വരിക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ 3, ഇത് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ 3, ദിസ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ചെറിയൊരു ബേസിക്സ് ആണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഇതിലേക്ക് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റും വിധത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി 2-3 പ്രോബ്ലംസ് കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, താങ്ക് യു.